ഞാനൊരു പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷപൂർവ്വം തന്നെ അതിൽ അഭിനയിച്ചു വന്ന ഒരാളാണ്. ഇതിനേക്കാൾ ഉപരി ഞാൻ ചുമ്മാ ഇതിൽ ഒരു ആവശ്യത്തിന് പോവുകയായിരുന്നു. അപ്പോൾ അടൂർ, നമ്മുടെ സേതു അടൂർ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കും നമ്മൾ സേതു അടൂർ തന്നെയാണ്. അത് ഞങ്ങൾ തമ്മിലുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഭരതേട്ടൻ്റെ പടം മുതൽ പാതയം മുതൽ സേതു, ഞങ്ങളുടെയൊക്കെ കൂടെ സേതു ചേട്ടൻ എന്ന് ഞാൻ പറയാത്ത എന്താണെന്നറിയോ, ഒത്തിരി പ്രായം കൂടുതൽ തോന്നുന്നുണ്ടെന്ന് വിചാരിച്ചതാണ്. എന്തായാലും വിളിച്ചു, എന്നോട് പറഞ്ഞു ഒരു പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്നുണ്ട്, ഇതുപോലെ സുന്ദരന്മാരായ ഒരു മോൻ നിൽക്കണുണ്ട്, അടിപൊളി, ആ കുട്ടി നല്ല രസമുണ്ട്, എല്ലാവരും പ്രിൻസ് എന്നാണ് പേര്, ആണോ പ്രിൻസ്? എന്തായാലും ഈ പടത്തിലൂടെ തന്നെ നല്ലൊരു ഭാവി ഞാൻ ആശംസിക്കുന്നു. ഇത് നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം നമ്മൾ വന്ന് മാക്സിമം നമ്മൾ റീച്ചാക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഒരു പടം വിജയിച്ചാലേ അടുത്ത പടം എടുക്കാനുള്ള പ്രചോദനം പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഭിനയിച്ചില്ലെങ്കിലും ആ പടം വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമയോട് കൂടി തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലോ ഒരു നല്ല ഡയറക്ടർ. ഇപ്പോൾ എന്നോട് ചോദിക്കും, പ്രിയങ്ക ചേച്ചിയുടെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ലേന്ന്. ശരിയാ, എൻ്റെ കഴിവ് പുറത്തെടുക്കാൻ ഒരു സമയം വരും. അത് ആര് തീരുമാനിക്കണം? ഒരു നല്ല ഡയറക്ടർ തീരുമാനിക്കണം. ഒരു ഡയറക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു നടനെയും നടിയെയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഒരു ഡയറക്ടറുടെ കയ്യിൽ തന്നെയാണ് ഒരു നടിയുടെ എല്ലാവിധ അഭിനയങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരനാണ് ഒരുപാട് വർഷം, ഞാനിപ്പോൾ കുറേ വർഷങ്ങളായി ഞാനും അഭിനയിച്ച പടങ്ങളിൽ പുട്ടിന് പീര പോലെ ചെറിയ സീനാണെങ്കിലും എന്നെക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു സ്ഥാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് തന്നെ എനിക്കൊരു ലോട്ടറി അടിച്ച പോലെയാണ്. എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വന്നിട്ട് നിൽക്കാനും ഇവരെ എല്ലാം ആശംസിക്കാനും എനിക്ക് ചെറിയൊരു അവസരം തന്ന എൻ്റെ സേതു ചേട്ടനോട്, പ്രിയപ്പെട്ട സേതു ചേട്ടനോട് എല്ലാവിധ നന്ദി പറയുകയാണ്. മുന്നിൽ എൻ്റെ മഞ്ചിരിപ്പുണ്ട്, അമരത്തിലെ ഭരതേട്ടൻ്റെ പടത്തിൽ അഴകെ ഇരിക്കുന്നു ഫ്രണ്ടിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഷൈനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഈ പടം സക്സസ് ആണ്. ഞാൻ കരുമാക്കുള്ള ഒരാളാണ്. ഈ പടം സക്സസ് ആവും. ഇതിന്റെ 100ാം ദിവസം ആഘോഷിക്കുമ്പോൾ സേതു ചേട്ടാ എന്നെ വിളിക്കണം, ഞാൻ വരും. വിളിക്കില്ലേ എല്ലാവരും? ഇല്ലേ? അപ്പോൾ ഒരു പ്രചോദനം എല്ലാവർക്കും, നമ്മുടെ ആർട്ടിസ്റ്റുകളാണെങ്കിലും കൂടെ നിൽക്കുന്നവരെ നിൽക്കണില്ലേ, ക്യാമറയിൽ നിൽക്കണുണ്ടോ, ഇവരെല്ലാവരും നമ്മളിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്ന് നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്. ഇവർക്കാണ് നമ്മൾ ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ഈ പടം ആദ്യം പുറത്തു വരുന്നത് ഇവരിൽ കൂടെ ആയിരിക്കും. അപ്പോൾ ഇവർക്കും സപ്പോർട്ട് കൊടുക്കുക. ഈ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.